പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമീപകാലങ്ങളിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന ചോദ്യം ഇതുമാത്രമാണ്. ഇക്കഴിഞ്ഞ ദിവസം കൂടിയ UDF യോഗത്തിൽ പി.വി. അൻവർ സംബന്ധമായ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നു. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കാൻ സാധിക്കില്ലെന്ന് ആ യോഗത്തിൽ വിമർശനം ഉണ്ടാവുകയായിരുന്നു. അസോസിയേറ്റ് അംഗമാക്കാമെന്നാണ് UDF യോഗത്തിൽ ഉണ്ടായ പൊതുവികാരം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ 2 ദിവസം താമസിക്കാനായിട്ട് നമ്മുടെ ചില ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ കൂട്ടുകാർ കൂടി വരും. നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടുകാരും വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം ബന്ധുക്കളുടെ കൂട്ടുകാർക്ക് വീട്ടിലുണ്ടാകാറില്ല. കാരണം നമ്മൾ വിളിച്ചിട്ടല്ല ആ കൂട്ടുകാരൻ വന്നത്, നമ്മുടെ ബന്ധുക്കളുടെ കൂടെ വന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ആ ബന്ധുക്കൾക്ക് കിട്ടുന്ന പരിഗണന അവരുടെ കൂടെ വന്ന ആ കൂട്ടുകാരനും കൊടുക്കാൻ നമ്മൾ മടിക്കും. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പി.വി. അൻവറെ സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രശ്നം. അൻവറിനെയും അൻവറിൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും UDFിൻ്റെ ബന്ധുവാക്കാൻ പറ്റില്ല എന്നും പകരം ബന്ധുവിൻ്റെ കൂടെ വന്ന കൂട്ടുകാരൻ വേണമെങ്കിൽ ആക്കാമെന്നുമാണ് ഇപ്പോൾ UDF തീരുമാനം. UDF ഏകോപന സമിതി ചേർന്നാണ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ മുന്നണിയിലെടുക്കാനാകില്ലെന്നും അസോസിയേറ്റ് അംഗത്വം വേണമെങ്കിൽ കൊടുക്കാമെന്നും തീരുമാനിച്ചത്. മാത്രമല്ല, യോഗത്തിൽ വ്യാപക വിമർശനവും ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഷൗക്കത്തിനെതിരെ പി.വി. അൻവർ നടത്തിയ പരാമർശങ്ങൾ, അതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെ അത്ര പ്രാധാന്യമേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അൻവർ നടത്തിയ പരാമർശങ്ങൾ UDFിനെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ആ യോഗത്തിൽ വിമർശനമുയർന്നത്. അതിൽ പ്രധാനമാണ് UDF സ്ഥാനാർത്ഥിയായ ഷൗക്കത്തിനെ താൻ അംഗീകരിക്കുന്നില്ല എന്ന് പി.വി. അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ UDF തീരുമാനിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നിലവിൽ UDFുമായി ഒരു ബന്ധവും ഇല്ലാത്ത പി.വി. അൻവറിന് എന്ത് അവകാശമാണ് ഉള്ളത് എന്നാണ് യോഗത്തിൽ UDFിലെ ഘടകകക്ഷികൾ വിമർശനമുന്നയിച്ചത്. പി.വി. അൻവർ നിലവിൽ UDFിലെ ഘടകകക്ഷിയല്ല. തന്നെ ഘടകകക്ഷിയാക്കണമെന്ന അപേക്ഷ നൽകിയതേ ഉള്ളൂ. UDF ഘടകകക്ഷിയാകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും തീരുമാനം വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സമീപനം കൈക്കൊള്ളുകയാണെങ്കിൽ ആ വ്യക്തിയും പാർട്ടിയും UDFിൽ ഘടകകക്ഷിയായി കഴിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നങ്ങളായിരിക്കും മുന്നണിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ആശങ്കയാണ് നിലവിലെ പല ഘടകകക്ഷികളും പങ്കുവച്ചത്. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ പി.വി. അൻവറിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാൻ മുന്നണി അവസരം കൊടുക്കരുതെന്നും ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. നിലമ്പൂരിലെ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ പിൻവലിച്ച് സ്ഥാനാർത്ഥിയെ അൻവർ അംഗീകരിച്ചാൽ മാത്രമേ അംഗത്വം നൽകാവൂ എന്നാണ് മുന്നണി തീരുമാനമായി അവതരിപ്പിച്ചത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ ചെയ്തിട്ട് അംഗത്വം നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അസോസിയേറ്റ് അംഗത്വമാണെന്ന് കൂടി ഓർക്കണം. അല്ലാതെ ഘടകകക്ഷിയാക്കാമെന്നല്ല UDF തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മുന്നണി തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് പി.വി. അൻവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. UDF യോഗം കൂടി അതിൽ കാര്യങ്ങൾ തീരുമാനിച്ച ശേഷം തീരുമാനം അറിയിക്കാൻ വേണ്ടി അൻവറെ ഫോണിൽ വിളിച്ചിരുന്നു. അൻവർ ഫോൺ എടുക്കുകയും UDF തീരുമാനം അൻവറെ അറിയിക്കുകയും ചെയ്തു. എല്ലാം കേട്ട് കഴിഞ്ഞ് പുള്ളിക്കാരൻ തൻ്റെ നിലപാട് പ്രഖ്യാപിക്കാമെന്ന് UDF നേതാക്കളോട് പറയുകയും ചെയ്തു. ഇനിയാണ് കാര്യം അറിയേണ്ടത്, പി.വി. അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ? എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പി.വി. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ പുള്ളിക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്ന് തന്നെയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, പി.വി. അൻവറെ സംബന്ധിച്ച് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒന്നുമല്ലാത്ത പി.വി. അൻവർ എന്തൊക്കെയോ ആയിരുന്നു എന്ന് സ്വയം വിചാരിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. CPMൻ്റെ സൈബർ പോരാളികൾ ശക്തരാണ്. ഒരർത്ഥത്തിൽ ചാവേറുകളെപ്പോലുള്ളവർ, എവിടെയും കടന്നു ചെന്ന് സൈബർ ആക്രമണം അടിച്ചുവിടാൻ കെൽപ്പുള്ളവർ. അത്തരത്തിലുള്ള ഒരു വലിയ സംഘത്തിൻ്റെ തലവനായിരുന്നു ഈ പി.വി. അൻവർ. അവിടെ നിന്നും ടീം പിണറായിയോട് തെറ്റിപ്പിരിഞ്ഞ അൻവർ UDF പ്രവേശനത്തിനായി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് പരസ്യമായി തുറന്നടിച്ചതാണ് അൻവർ മൂലം UDFിന് ലഭിച്ച ആദ്യത്തെ പ്രത്യക്ഷ തിരിച്ചടി. അൻവറിന് ദേഷ്യം കയറി പിടിച്ചാൽ കിട്ടില്ല എന്ന് നിലമ്പൂരിലൊരു സംസാരമുണ്ട്. ഇനി അൻവറിനെതിരെ നിൽക്കുന്നത് പിണറായിയാണോ VD സതീശനാണോ എന്നുള്ള നോട്ടമൊന്നുമില്ല. നാളെ UDF യോഗമാണ്. ആ യോഗത്തിലാണ് തന്നെ UDFിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇന്നൊന്നും പറയാൻ പാടില്ല എന്ന സാമാന്യ ചിന്തയൊന്നും പി.വി. അൻവർ എന്ന വ്യക്തിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതിന് പിന്നാലെ
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും ഷൗക്കത്തിനെതിരെയും പി.വി. അൻവർ ഇത്ര രൂക്ഷമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ മെനക്കെടുമോ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച പരോക്ഷ ആരോപണങ്ങളാണ് യു.ഡി.എഫിന് പി.വി. അൻവറിൽ നിന്നും ഉണ്ടായ രണ്ടാമത്തെ പ്രത്യക്ഷ തിരിച്ചടി. ഫലത്തിൽ എൽ.ഡി.എഫിൽ നിന്നും പുറത്താവുകയും ചെയ്തു, യു.ഡി.എഫിലൊട്ട് കയറിയതുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പി.വി. അൻവർ. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അൻവർ കറിവേപ്പില ആയി എന്ന് പറഞ്ഞത്. സാധാരണ പി.വി. അൻവർ വിളിക്കുന്ന വിളിക്ക് മുഖ്യമന്ത്രി വിളി കേൾക്കാറില്ലായിരുന്നു. അൻവർ പിണറായി വിജയനെതിരെ ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സാധാരണ രീതിയിലുള്ള മറുപടിയിൽ കവിഞ്ഞ് മറ്റൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. അയാൾ അവിടെ കിടന്ന് എന്തൊക്കെയോ സംസാരിക്കട്ടെ, സംസാരിച്ച് നിർത്തുമ്പോൾ അങ്ങ് മതിയാക്കിക്കോളും, എന്നിട്ട് എഴുന്നേറ്റ് പൊയ്ക്കോളും എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രി കരുതിയത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അൻവറിൻ്റെ ഈ ആരോപണങ്ങളോട് പെരുമാറിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം പി.വി. അൻവറിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് മുഖ്യമന്ത്രി കറിവേപ്പില എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. പി.വി. അൻവർ ഇതുവരെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി അൻവറിനെ കറിവേപ്പില എന്ന ഒറ്റ വാക്കിലൂടെ തിരിച്ചു മറുപടി നൽകിയപ്പോൾ ഞെട്ടിയത് അൻവർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ കറിവേപ്പില എന്ന പ്രയോഗത്തിലൂടെ പി.വി. അൻവറിൻ്റെ ആത്മാഭിമാനവും വ്രണപ്പെട്ടിരിക്കുകയാണ്. ഇനി നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുക അല്ലാതെ മറ്റു വഴികൾ അദ്ദേഹത്തിന് മുന്നിലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം ഇപ്പോൾ പി.വി. അൻവറിൻ്റെ മുന്നിലുണ്ട്. മത്സരിക്കാനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ 5 പൈസ കയ്യിലില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇ.ഡി. കുരുക്കിൽപ്പെട്ടിരിക്കുന്നതിനാൽ പല സ്വത്തുക്കളും ഇമ്മൂവബിളാണ്. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിപ്പിക്കാൻ സാധിക്കില്ല എന്ന്. കയ്യിലുള്ള പണത്തിൽ നല്ലൊരു വിഹിതവും കേസ് നടത്തിപ്പിനായി തന്നെ വേണം. തൃണമൂലിന് കാര്യമായ അടിത്തറ ഇല്ലാത്തതിനാൽ പാർട്ടി ഫണ്ടുമില്ല. ഇനി ഫണ്ടിന് ഇറങ്ങിയാൽ തന്നെ ആരും ഈ സാഹചര്യത്തിൽ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ തന്നെ 2ഉം 3ഉം തൃണമൂൽ കോൺഗ്രസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് ഇവർ പറയുന്നതല്ലാതെ മറ്റൊന്നും നാട്ടുകാർക്കറിയില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ച് ഇലക്ഷന് മത്സരിക്കാമെന്ന അൻവറിൻ്റെ മോഹവും നടക്കില്ല. ഇനി ശേഷിക്കുന്ന ഏക പ്രതീക്ഷ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് മൊബിലൈസേഷനാണ്. അതിനുള്ള സമയം നന്നേ കുറവാണ് താനും. ഇനി അഥവാ പണം തരപ്പെടുത്തിയാലും ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഒരു വാശിക്ക് കയറി മത്സരിച്ച് തോറ്റാൽ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ താൻ അപ്രസക്തനാകുമെന്ന് അൻവറിന് നന്നായി അറിയാം. പിന്നെ യു.ഡി.എഫിൽ വിലപേശാൻ സാധിക്കില്ല. എൽ.ഡി.എഫ് അടഞ്ഞ അധ്യായമാണ്. ശേഷിക്കുന്നത് ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ ആണ്. സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന അൻവറിനെ ഇനി അവരും ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ബി.ജെ.പി ആണ്, ഒന്നും പറയാൻ കഴിയാത്ത പാർട്ടിയാണ്. ആരുമായിട്ട് വേണമെങ്കിലും അവർ കൂട്ടുകൂടും. എന്നാലും നിലവിലെ സാഹചര്യം വെച്ച് ഇത്രയും കാലം ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച പി.വി. അൻവറിനെ അവർ ഉൾക്കൊള്ളുക എന്നുള്ളത് പ്രയാസം തന്നെയാണ്. ചുരുക്കത്തിൽ അൻവറിൻ്റെ ഭാവി ഇരുളടയുകയാണ്. യു.ഡി.എഫുമായി ഇനി രഹസ്യ ചർച്ചകൾക്കില്ലെന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പിൻവാതിൽ നീക്കങ്ങൾ ഇപ്പോഴും തകൃതിയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനായി ലീഗിനെയാണ് അൻവർ ഇപ്പോൾ ആശ്രയിക്കുന്നത്. എന്നാൽ ലീഗ് അൻവറിൻ്റെ കാര്യം ഏറെക്കുറെ ഒഴിവാക്കിയ മട്ടാണ്. കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ അൻവറെ ലക്ഷ്യമാക്കിയല്ല പറഞ്ഞതെങ്കിലും അൻവർ കൂടി ആ പ്രശ്നത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ലീഗ് അന്ന് പ്രതികരിച്ചത്. നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനായിരിക്കുമെന്നാണ് ലീഗ് പറഞ്ഞത്. കോൺഗ്രസിന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകുമെന്നും ലീഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഇനി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഒന്നിനുമില്ല എന്നാണ് ലീഗ് പറഞ്ഞതിനർത്ഥം. ഇനിയിപ്പോൾ നിലമ്പൂരിൽ മത്സരിച്ച് ധീരമായി തോൽക്കുക എന്നത് മാത്രമാണ് അൻവറിന് മുന്നിലെ ഏക പോംവഴി. അതായത് കെട്ടിവയ്ക്കാനുള്ള കാശ് മാത്രം വളച്ച് സ്ഥാനാർത്ഥിയായി പ്രചരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ മത്സരിച്ച് മാന്യമായി തോൽക്കുക എന്നുള്ളത് മാത്രമാണ് പോംവഴിയെന്ന്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യമുണ്ട്. പി.വി. അൻവറിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാര്യം. കേരളത്തിലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരിയിൽ തൃണമൂൽ എം.എൽ.എ നസീറുദ്ദീൻ അഹമ്മദ് അന്തരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഈ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ തിരക്കിലാണ്. കേരളത്തിലെ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും നിലമ്പൂർ നിയമസഭാ മണ്ഡലം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കാളിഗഞ്ചും. ഈ സാഹചര്യത്തിലാണ് കൊൽക്കത്തയിൽ നിന്നും ഒരു പ്രധാന നിർദ്ദേശം കേരളത്തിലെ തൃണമൂൽ സംസ്ഥാന നേതൃത്വത്തിന് എത്തിയത്.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്നായിരുന്നു നിർദ്ദേശം. പശ്ചിമ ബംഗാളിന് പുറത്ത് സംസ്ഥാനതല മുന്നണി ബന്ധങ്ങൾ വരുമ്പോൾ ഒരു മുന്നണിയിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുക എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യാൻ തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ കേരളത്തിലെത്തിയപ്പോൾ ഒരു മുന്നണിയിലും ചേരുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിൽ ചേരേണ്ട എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കർശന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പശ്ചിമ ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. മുൻപ് UDFിൽ ചേരുന്ന കാര്യം PV അൻവർ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളോട് സൂചിപ്പിച്ചിരുന്നു എങ്കിലും അത് നടക്കില്ല എന്ന ഉത്തരമാണ് അവിടെ നിന്നും കിട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തൃണമൂൽ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്ത മുന്നണികൾ ചേരാമെന്ന ചിന്തകൾ വേണ്ട എന്ന് മമതാ ബാനർജി മറ്റു നേതാക്കൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന കർശന നിർദ്ദേശം കൊൽക്കത്തയിൽ നിന്നും എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ നായര് പിടിച്ച പുലിവാൽ എന്ന പഴഞ്ചൊല്ലി യാഥാർത്ഥ്യമാകുന്നത് ഇവിടെയാണ്. പുലിയുടെ വാലിലെ പിടി വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യ. നിലമ്പൂരിൽ മത്സരിക്കാനും വയ്യ, മത്സരിക്കാതിരിക്കാനും വയ്യ. നിലവിൽ അൻവർ UDFിൻ്റെ ഭാഗമല്ല. അൻവറേയും തൃണമൂൽ കോൺഗ്രസിനെയും UDFിൽ എടുക്കുമോ എന്നുള്ളതും അറിയില്ല. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി വ്യക്തമായി അറിയാം, ഈ പോകുന്ന പോക്കാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ മാത്രമേ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി കേരളത്തിൽ കാണുകയുള്ളൂ.